ലബനാനിലെ ഹിസ്ബുള്ളക്കു നേരെ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിൽ ആരോപണ വിധേയനായ മലയാളി റിൻസൺ ജോസ് ഇപ്പോൾ എവിടെ? സെപ്റ്റംബർ 17 പേജർ ആക്രമണത്തിനു ശേഷം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിൻസൺ ജോസിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി ഒളിപ്പിച്ചുവോ? വയനാട്ടിൽ നിന്ന് 10 വർഷം മുമ്പ് നോർവേയിലേക്ക് കുടിയേറി അവിടുത്തെ പൗരത്വം നേടിയ റിൻസൺ ജോസ് 1 വർഷം മുമ്പാണ് നാട്ടിൽ വന്നു പോയത്. ഞായറാഴ്ച ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് റിൻസണിൻ്റെ നിഗൂഢ ബന്ധങ്ങൾ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ നൽകുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാന വിനിമയോപാധിയായ പേജർ ശൃംഖലയെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ അറിഞ്ഞോ അറിയാതെയോ റിൻസൺ പങ്കാളിയായിരുന്നുവെന്ന് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് നൽകുന്നത്. 2018 ഹിസ്ബുള്ളയുടെ പേജർ സംവിധാനം ആക്രമിക്കാൻ ഇസ്രായേൽ ആദ്യം ആലോചിക്കുന്നത്. മൊസാദിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് ഇത് സംബന്ധിച്ച് പ്രാഥമിക പദ്ധതി തയ്യാറാക്കിയത്. പേജറിൻ്റെ ബാറ്ററിയിൽ സ്ഫോടക വസ്തു സ്ഥാപിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 2022 പദ്ധതി വീണ്ടും സജീവമാവുന്നത്. അപ്പോഴേക്കും ഹിസ്ബുള്ളയുടെ വിനിമയ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായി പേജറിലേക്ക് മാറിയിരുന്നു. ഉറവിടങ്ങൾ സമർത്ഥമായി മറച്ച ഷെൽ കമ്പനികൾ വഴി ഹിസ്ബുള്ളക്ക് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച പേജറുകൾ വിൽക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ പദ്ധതി. മുൻനിര പേജർ കമ്പനിയായ തായ്വാനിലെ ഗോൾഡ് അപ്പോളോയാണ് ഇതിനായി ഇസ്രായേൽ ആദ്യം ലക്ഷ്യം വച്ചത്. മൊസാദ് ഏർപ്പാടാക്കിയ ഇടനിലക്കാരും ഏജന്റുമാരുമാണ് ഹിസ്ബുള്ളയുമായി പേജർ ഇടപാടിൽ സംസാരിച്ചത്. ഇവിടെയാണ് റിൻസൺ ജോസിൻ്റെ കമ്പനിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത്. വൻതോതിൽ വാങ്ങുകയാണെങ്കിൽ ആദായ നിരക്ക് നൽകാമെന്ന് അവർ ഹിസ്ബുള്ളയോട് അറിയിച്ചു. റിൻസൺ ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഒരു സുരക്ഷിത കേന്ദ്രത്തിലാണ് റിൻസൺ ഉള്ളതെന്ന് മാത്രം മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. ഇസ്രായേലി സർക്കാരിലും മൊസാദിലും വിപുല ബന്ധങ്ങളുള്ള റോണൻ ബെർഗ്മാൻ്റെ നേതൃത്വത്തിലുള്ള മാധ്യമപ്രവർത്തക സംഘമാണ് പേജർ ഓപ്പറേഷൻ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്.